you will see ancient times one of the biggest diamond, which is a treasure of Sultan's family, which is 86 karat. Hello, namaskaram. Welcome to Daydreams. എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്. ഏകദേശം മഴ പെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് മഴ തുളിയുണ്ടായിരുന്നു. ഇന്നത്തെ യാത്ര ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മളൊരു മുസ്ലിം പള്ളിക്കാണ് ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാലസിലേക്ക് പോകുന്നുണ്ട്, ഗ്രാൻഡ് ബസാർ പോകുന്നുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു തുലിപ്പിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും 4 സ്ഥലങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. എല്ലാവർക്കും ഈ വീഡിയോക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കാലത്ത് 8 മണിയാവുമ്പോൾ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവറും ഗൈഡും എത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഗൈഡ് ടൂറിൻ്റെ ഒപ്പമാണ്. പുള്ളിക്കാരിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. So today's plan is we begin with the Topkapi Palace, the first palace of Ottoman Empire, which was built there in 1453 after the conquest. It takes a very long time to visit there because we have 3 large gardens inside. It takes like at least 1.5 hours to visit the palace. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഒരു 25 മിനിറ്റ് ദൂരമുണ്ട് ടോപ്കാപ്പി പാലസിലേക്ക്. അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും ഒത്തൻറ്റിക് തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. നല്ല ചാറ്റൽ മഴയും തണുത്ത കാറ്റും ആസ്വദിച്ച് ഞങ്ങൾ പാലസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ ഭരണാധികാരി 1459 തുടങ്ങി വെച്ച ഈ പാലസിൻ്റെ പണി തീർത്തത് 6 വർഷം കൊണ്ടാണ്. പിന്നീട് വന്ന ഓരോ സുൽത്താൻമാരും അവരവരുടെ ഇഷ്ടത്തിനായി പാലസ് രൂപം കൊണ്ടുവന്നു. ഓട്ടോമൻ സുൽത്താൻമാരുടെ വീടായിട്ടും അതുപോലെ പൊതു ചർച്ച ചെയ്യുന്നതിനായിട്ടും ഈ ടോപ്കാപ്പി പാലസ് ഉപയോഗിച്ചിട്ടുണ്ട്. പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഞങ്ങളുടെ ഗൈഡ് ഫാത്തിമ പാലസിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മ്യൂസിയം ഓഫീസിൽ കയറി. മ്യൂസിയം എന്ന് എനിക്ക് പറയാനാവില്ല, ഒരു സൊവനിയർ ഷോപ്പ്. അവിടെ ഇവിടെ ചെറിയ ചില്ലുകൂട്ടിൽ കുറച്ച് പുരാതന വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. പണ്ട് ഓട്ടോമൻ രാജകുടുംബക്കാരെ ഉപയോഗിച്ചിരുന്ന ഒരു വേഷവിധാനം ധരിച്ച് ഫോട്ടോ എടുത്ത് തരുന്ന സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ. ഒരു ഫോട്ടോ എടുക്കാൻ ഏകദേശം 50 ലിറയാണ് ചാർജ്. പ്രിൻ്റഡ് കോപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി ആയിട്ടും ഇവിടെ മേടിക്കാൻ കിട്ടും. വില പേശി മേടിക്കാൻ മലയാളികൾ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളൂ. അങ്ങനെ ഞങ്ങളും കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. കുറച്ച് കുട്ടികൾ സ്കൂൾ ട്രിപ്പ് ചെയ്യാനായി വന്നിട്ടുണ്ട് ഇവിടെ. തുർക്കിയുടെ വലിയ ചരിത്രം നിറഞ്ഞ കാഴ്ചകൾ കാണാനായി വന്ന കുട്ടികളുടെ മുഖത്ത് നല്ല സന്തോഷം കാണാനുണ്ടായിരുന്നു. പാലസിൻ്റെ ഗേറ്റിന് ചേർന്നിരിക്കുന്ന ഒരു ഇമ്പീരിയൽ ഹാളിലേക്കാണ് ഞങ്ങളുടെ ഗൈഡ് ആദ്യം കൊണ്ടുപോയത്. രാജാവ് ആരും അറിയാതെ ജനലിൻ്റെ പിൻഭാഗത്ത് നിന്ന് സ്വകാര്യമായി കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയും ഉപയോഗിച്ചിരുന്ന റൂമാണിത്. റൂമിൻ്റെ അകം കാണാൻ മാത്രമുണ്ട്. നീല ടൈൽസും ഡെക്കറേറ്റ് ചെയ്ത ചുമരുകളും ഗോൾഡൻ പെയിൻറ്റുമാണ് ഈ റൂമിൻ്റെ ഹൈലൈറ്റ്. ഒരു നല്ല പ്രൗഢി തോന്നിക്കുന്ന പെയിൻറ്റിങ് നിറഞ്ഞ റൂം. ഈ കാണുന്ന റൂംസ് എല്ലാം പണ്ട് കാലത്ത് മരത്തിന്മേൽ ഗോൾഡൻ പെയിൻറ് ചെയ്ത് ഡിസൈൻ ചെയ്തവയാണ്. ഇനി കാണുന്ന റൂമിലാണ് ഒരു പ്രത്യേക കാഴ്ചയുള്ളത്. ഓട്ടോമൻ രാജകുടുംബത്തിൻ്റെ തോക്കുകളും വിലപിടിപ്പുള്ള രത്നങ്ങളും അതേപോലെ സമാനമായി കിട്ടിയ സാധനങ്ങളുടെ എക്സിബിഷൻ റൂമാണ് ഇത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനത്തിനും ഒരു പ്രത്യേക ചെല്ലുകൂട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പാലസിൽ ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകൾ ആണ് ഇവിടെ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അമൂല്യമായ രത്നങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ടേബിൾ ക്ലോക്ക് തൊട്ട് ആ കാലത്തെ ഏറ്റവും ചെറിയ പോക്കറ്റ് വാച്ചും അവിടെ വിസിറ്റേഴ്സ് ഹാളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പിയർ ഷേപ്പ് ഡയമണ്ട്സിലെ 4ാം സ്ഥാനം ഇടം പറ്റിയ ഒരു ഡയമണ്ട് ഉണ്ട് ഈ രാജകുടുംബത്തിന്. സ്പൂൺ മേക്കേഴ്സ് ഡയമണ്ടാണ് ഇതിൻ്റെ പേര്. 86 ക്യാരറ്റ് ഡയമണ്ട്. ഇവിടെ എക്സിബിഷൻ ചെയ്ത സാധനങ്ങൾ വിലപിടിപ്പായതിനാൽ മിലിറ്ററി പ്രൊട്ടക്ഷനാണ് ഇവിടെ ഉള്ളത്. അടുത്ത് ഞങ്ങളുടെ ഗൈഡ് കൊണ്ടുപോയത് ഗേറ്റ് ഓഫ് ഫെലിസിറ്റി എന്നറിയപ്പെടുന്ന പാലസിലുള്ള ഒരു കവാടത്തിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് രാജകുടുംബം മന്ത്രിമാരോടും അതേപോലെ പ്രജകളോടും ഒപ്പം ചടങ്ങിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വേദി. പണ്ട് കാലത്ത് നാട്ടുകാർക്കും മന്ത്രിമാർക്കും ഈ കവാടം വരെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ സുൽത്താൻ്റെ പ്രൈവറ്റ് റൂമിലേക്കുള്ള വഴിയാണ്.
പാലസിൻ്റെ നടുക്കായിട്ടാണ് ഈ റൂമുകൾ ഉള്ളത്. സുൽത്താൻ ഉച്ചവിശ്രമത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ചില്ലുകൂട്ടിൽ ഡിസ്പ്ലേ ചെയ്ത ഒരു സിംഹാസനം. ഇത് കാണാൻ ഇവിടെ കുറേ സന്ദർശകർ പല നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പാലസ് ഒന്ന് ശരിക്ക് കണ്ട് ആസ്വദിച്ച് തീരാൻ 2-3 ദിവസം എടുക്കും. ഇവിടുത്തെ ഓരോ ചുമരിലും ഒരു കഥ പറയാനുണ്ടാവും എന്ന് തീർച്ചയായും നമുക്കറിയാം. പാലസിൻ്റെ ഭംഗി കൂട്ടാൻ ഒരു പ്രത്യേക ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. തണുത്ത കാറ്റും ചാറ്റൽ മഴയും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേകം ഫീലായിരുന്നു. യാത്രയ്ക്കിടയിൽ പാലസിനെ പറ്റിയും മെയിൻ റൂംസിനെ പറ്റിയാണ് ഫാത്തിമ ഞങ്ങളോട് പറഞ്ഞു തരുന്നത്. ഹെക്സഗൺ ഷേപ്പിൽ പണിത 3 റൂംസാണ് സുൽത്താൻ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ റൂമിലും കയറുമ്പോൾ തന്നെ റൂമിൻ്റെ ഭംഗി എടുത്തു പറയാതിരിക്കാൻ സാധ്യമല്ല. നല്ല ഹൈറ്റിൽ പണിത റൂം, അതിനോടൊപ്പം ഭംഗി കൂട്ടാൻ നീല ടൈൽസും പെയിൻറ്റഡ് ഗ്ലാസ് വർക്ക്സും, നടുക്ക് സുൽത്താൻ്റെ സിംഹാസനവും, ഒന്നും പറയാനില്ല. പാലസിൻ്റെ ഉൾഭാഗത്തു നിന്ന് വരുന്ന ഫൗണ്ടനാണ് ഇവിടുത്തെ പൂളിലേക്ക് വന്നു ചേരുന്നത്. ഓട്ടോമൻ ഭരണ സമയത്ത് ബ്ലൂ സെറാമിക് ടൈൽ ആർട്ട് വർക്കാണ് ഇവിടെ കൂടുതലും ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പാലസിൻ്റെ മുകളിലത്തെ ഡോമിൻ്റെ ഡെക്കറേഷൻ ഇതേപോലത്തെ സെറാമിക് ആർട്ട് വർക്ക് വെച്ചിട്ടാണ് ഭംഗിപ്പെടുത്തിയിട്ടുള്ളത്. പാലസിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻസിനോട് സുൽത്താന് നല്ല അഭിപ്രായമുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അതുപോലെയാണ് ഈ പാലസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പാലസിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ അതൊരു കിടിലൻ വ്യൂ തന്നെയാണ്. ഇവിടെ നിന്ന് ഇസ്താൻബുൾ സിറ്റിയും അതിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിൻ്റെയും ഭംഗിയും കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം ചിലവാക്കി. തുർക്കിയുടെ ഫേമസ് ടവറായ ഗലാട്ട ടവർ വരെ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. അടുത്ത് ഞങ്ങൾ കയറിയത് 3ാമത്തെ റൂമിലേക്കാണ്. ഇവിടെയാണ് സുൽത്താൻ പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ വീട്ടുകാരുമായി സമയം ചെലവാക്കിയത്. പ്രത്യേക രീതിയിലാണ് റൂമിൻ്റെ ഗ്ലാസ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. എല്ലാ റൂമിലും ഒരു ഫയർ പ്ലേസും അതേപോലെ ഒരു വലിയ കസേരയും റൂമിൽ സെറ്റ് ചെയ്തതും കാണാം. ഓരോ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെന്ന് അറിയാത്ത ഒരു പ്രത്യേക ഫീലാണ്. ഇത് ശരിക്കും നിങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കണം. ടോപ്കാപ്പി പാലസ് ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാട്ടിലൊരു കൊട്ടാരം. പാലസ് വിസിറ്റ് ചെയ്യാൻ എത്തുന്ന ആൾക്കാരുടെ തിരക്ക് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങളുടെ ടോപ്കാപ്പി പാലസ് ടൂറിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. പാലസിൻ്റെ അടുത്ത് തന്നെയാണ് ബ്ലൂ മോസ്കും അതുപോലെ തന്നെ ലോകപ്രശസ്തമായ ഹാഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകരുടെ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് പാലസിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് നിർദ്ദേശം തന്നു. പാലസിനെ പറ്റിയും ഈ നാടിനെ പറ്റിയും ചെറിയൊരു ഐഡിയ ഗൈഡിനെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു. ഏകദേശം 557 വർഷം മുമ്പ് പണിത ഈ പാലസിൻ്റെ ഭംഗി ഒരു തട്ടം കൂടാതെ ഇന്നും തുർക്കിയുടെ അഭിമാനമായി സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. തുർക്കിയുടെ ദേശീയ പൂവായ തുലിപ്സിൻ്റെ സീസണായതിനാൽ പാലസിൻ്റെ ചുറ്റും ഗാർഡനിൽ നല്ല ഭംഗിയിൽ വെച്ചത് കാണാം. അങ്ങനെ ഞങ്ങൾ മെയിൻ ഡോറിൽ കൂടെ തന്നെ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നു. പാലസിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഹാഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ബിൽഡിംഗ് കണ്ടു. ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അത് കൊട്ടാരത്തിൽ എന്തെങ്കിലും ആഘോഷമുണ്ടെങ്കിൽ അവിടെ വെച്ച് നാട്ടുകാർക്ക് സർബത്ത് സൗജന്യമായി കൊടുക്കുന്ന ഒരു സ്ഥലമാണത്. തുർക്കിയുടെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഇതേപോലത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്റ്റോൾ കാണാൻ സാധിക്കും. ഞങ്ങളുടെ ഗൈഡ് ഫാത്തിമ തുർക്കിയുടെ ഫേമസ് സ്നാക്കായ സെമിത്ത് കഴിക്കാൻ ക്ഷണിച്ചു. പല ഫ്ലേവേഴ്സിനായിട്ട് ചോക്ലേറ്റ് സിറപ്പ്, ചീസ്, ബട്ടർ സോസ് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ഷേപ്പ് ബ്രെഡാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ടൂറിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറത്ത്. ടൂറിസ്റ്റിനെ നിയന്ത്രിക്കാൻ ഇവിടെ കൂടുതലും മിലിറ്ററിക്കാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഹാഗിയ സോഫിയ അഥവാ അയ സോഫിയ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തമായ മോസ്കിലേക്ക് വന്നു. AD 537 ബൈസാന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റിനിൻ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായിരുന്നു ഈ ഓർത്തഡോക്സ് കത്തീഡ്രൽ.
1453 ഓട്ടോമൻ പടയോട്ടക്കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കിയ സുൽത്താൻ മെഹമ്മദ് ഹാഗിയ സോഫിയയെ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. 1934 തുർക്കിയുടെ റിപ്പബ്ലിക് സ്ഥാപകനായ മുസ്തഫ കമാൽ അത്തതുർക്ക് ഹാഗിയ സോഫിയയെ മ്യൂസിയമാക്കി പ്രഖ്യാപിച്ചു. യുനെസ്കോയുടെ താഴെ വരുന്ന ഈ ഹാഗിയ സോഫിയ തുർക്കിയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറി. പള്ളി മ്യൂസിയമാക്കിയതിൻ്റെ നടപടിക്ക് എതിരെ തുർക്കിയിലത്തെ ജനങ്ങൾ രംഗത്തെത്തി. നിയമ പോരാട്ടത്തിലൊടുവിൽ 1934 നടപടി കോടതി റദ്ദാക്കി. തുടർന്ന് പ്രസിഡന്റ് തയ്യിബ് എർഡോഗൻ ഹാഗിയ സോഫിയയെ വീണ്ടും മുസ്ലിം പള്ളിയായിട്ട് ഉത്തരവിൽ ഒപ്പുവെച്ചു. ഹഗിയ സോഫിയയുടെ മെയിൻ എൻട്രൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ 3 വലിയ വാതിലുകളുണ്ട്. റൈറ്റ് സൈഡ് ഡോറ് പണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർക്കും പിന്നീട് ഓട്ടോമൻ കാലത്ത് മുസ്ലിം ഇമാംസാണ് ഉപയോഗിച്ചിരുന്നത്. ലെഫ്റ്റ് ഡോറ് കൂടുതലും മന്ത്രിമാരും പ്രധാന പൗരന്മാരുമാണ് ഉപയോഗിച്ചിരുന്നത്. നടുക്കിലുള്ളതാണ് മെയിനായിട്ട് രാജ്യം ഭരിക്കുന്ന സുൽത്താനും രാജകുടുംബത്തിനും വേണ്ടിയിട്ടുള്ള പ്രവേശനവാതിൽ. മെയിൻ ഡോറിൻ്റെ മുകളിൽ ഒരു മൊസൈക്ക് വർക്ക് ഉണ്ട്. പണ്ട് ക്രിസ്ത്യൻ പള്ളി ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആർട്ട് വർക്കാണിത്. ജീസസ് ക്രൈസ്റ്റിൻ്റെ സൈഡിൽ ഏഞ്ചൽ ഗബ്രിയേലും മദർ മേരിയും മുട്ടുമേൽ നിൽക്കുന്ന എംപറർ ലിയോ ആറാമൻ എന്നിവരാണ് ചിത്രത്തിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹഗിയ സോഫിയ മോസ്കിൽ കയറി. ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് വേണം കയറാൻ. ഡാർക്ക് ഗ്രീൻ വെൽവെറ്റ് കാർപ്പറ്റും നല്ല വെട്ടിത്തിളങ്ങുന്ന ഷാൻഡ്ലിയറും ആ ആംബിയൻസും കണ്ടപ്പോൾ ഏതോ ഒരു കൊട്ടാരത്തിൽ കയറിയൊരു ഫീലായിരുന്നു. ക്രിസ്ത്യൻ മതചിഹ്നങ്ങൾ മറച്ചുവെച്ച് മുസ്ലിം ആരാധനേൻ്റെ മാതൃകയിൽ മാറ്റിയത് നമുക്കിവിടെ കാണാൻ പറ്റും. പ്രാർത്ഥനാ സമയത്ത് ഒഴികെ ആർക്കും ഹാഗിയ സോഫിയ സന്ദർശിക്കാം എന്ന് തുർക്കി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം സന്ദർശകർ ദിനംതോറും ഇവിടെ വരുന്നുണ്ട്. പള്ളിക്ക് വേണ്ടി നിർമ്മിച്ച ഷാൻഡ്ലിയേഴ്സ് നിന്ന് തിളങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. മൊസൈക്ക് വർക്കാണ് കൂടുതലും ഇവിടെ ഈ പള്ളിയിൽ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വിണ്ടുപോയ ചിത്രങ്ങളും രൂപങ്ങളും റിസ്റ്റോറേഷൻ്റെ വർക്കിൻ്റെ ഭാഗമായി നടന്നു വരുന്നത് കാണാനുണ്ടായിരുന്നു. ഈ കാണുന്നതായിരുന്നു പണ്ടുകാലത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ മെയിൻ എൻട്രൻസ്. ഈ വഴി ഇപ്പോൾ പുതുക്കി പണിതിട്ട് ഹഗിയ സോഫിയയുടെ സൈഡ് എൻട്രൻസ് പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹഗിയ സോഫിയ കണ്ടതിന് ശേഷം തിരിച്ച് ബ്ലൂ മോസ്കിൻ്റെ ഭാഗത്തേക്ക് നടന്നു. പോകുന്ന വഴിയിൽ കുറേ ഹമാം ഷോപ്സ് കാണാനുണ്ടായിരുന്നു. ഇതാണ് ഫേമസ് ആയ ഹുറൈം സുൽത്താൻ ഹമാം സെൻറ്റർ. തുർക്കിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹമാം സെൻറ്റർ എന്ന് പറയാം. ഹമാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു തുർക്കിഷ് രീതിയിൽ ശരീരം ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ റൂമിലാണ് ചെയ്യുക. ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തു. ശരിക്കൊരു മസ്റ്റ് ട്രൈ എന്ന് വേണം പറയാൻ. ഫുൾ ബോഡി റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹമാം കഴിഞ്ഞ് ബ്ലൂ മോസ്കിൻ്റെ ഗ്രൗണ്ടിലെത്തി. റെസ്റ്റോറേഷൻ വർക്ക് ആയതിനാൽ പള്ളി ക്ലോസ് ആണ്. ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക് തുർക്കിയിലെ 6 മിനാറ ഉള്ള ഒരു മുസ്ലിം പള്ളിയാണ്. ബ്ലൂ മോസ്ക് എന്ന പേര് വരാൻ കാരണം പള്ളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈൽസ് കാരണം തന്നെയാണ്. 1609 തൊട്ടിട്ട് 1616 കാലഘട്ടത്തിലാണ് ഈ മോസ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ടൂറിൻ്റെ അവസാന ഭാഗമായ ബസാർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. സൺഡേസിൽ ഗ്രാൻഡ് ബസാർ ക്ലോസ് ആയതിനാൽ ഞങ്ങളെ വേറൊരു ബസാറിലേക്കാണ് കൊണ്ടുപോയത്. അരസ്ത ബസാർ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് സ്ട്രീറ്റ് ആണ്. എല്ലാവിധ സോവനിയേഴ്സും ടെക്സ്റ്റൈൽസും കാർപ്പറ്റ്സും ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെ കിട്ടും. ടൂറിസ്റ്റ് സ്പോട്ട് ആയത് കാരണം സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് ഇവിടെ. നല്ലവണ്ണം വില പേശി മാത്രമേ ഇവിടെ നിന്നിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. തുർക്കി സ്വീറ്റ്സ് ഇവിടെ മസ്റ്റ് ട്രൈ ആണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫാത്തിമ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒത്തൻറ്റിക് തുർക്കിഷ് ലഞ്ചിന് ക്ഷണിച്ചു. താൽക്കാലിക വിശപ്പൊക്കെ മാറ്റി ഞങ്ങൾ ഇന്നത്തെ പ്രൈവറ്റ് ഗൈഡ് ടൂർ ചെയ്ത ഫാത്തിമയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ വ്ലോഗ് ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിൽ കാണാം.